പെൻഷൻ കൊടുക്കുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി. അതെ, അത് അവിടെയാണ് ചിന്തിക്കുന്നത്. കാരണം ഈ നമുക്കറിയാം 2016 മുതൽ പെൻഷൻ കൊടുത്തിട്ടുള്ളതും ഈ മുഖ്യമന്ത്രിയാണ്. അതെ അതെ അതെ. എന്ന് വെച്ചാൽ അന്ന് 18-16 മാസത്തെ പെൻഷൻ മുടക്കണ്ടായിരുന്നു. 18 മാസം. ഇപ്പോ നമുക്കറിയാം 198 മാസം കണ്ടാണ് ഇടതുപക്ഷ സർക്കാർ വന്നിട്ടായിട്ടുള്ളത്. 108 മാസത്തെ പെൻഷൻ കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെ കൊടുത്ത ആരാണ്? പിണറായി വിജയനാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടാമത് പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വന്നു. അപ്പൊ തുടങ്ങിയ ഒരു ആവലാതിയുണ്ട്. ആവലാതിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് പിന്നെ അതിൽ വലിയ ആസൂത്രണം നടക്കാണ്. അതില് മാധ്യമ പ്രവർത്തകർ കൂടി ഉണ്ട് എന്നാണ് ഇപ്പോ ഈ നിയമസഭയില് മുഖ്യമന്ത്രി പറഞ്ഞല്ലത്, എടുത്തു പറഞ്ഞല്ലത്. മുഖ്യമന്ത്രി കർശനമായിട്ട് പറഞ്ഞ മാധ്യമ പ്രവർത്തകർ തന്നെയാണ് അതിന് ചുക്കാൻ പിടിച്ചതെന്ന്. അതെ, അത് സത്യമെന്ന് തെളിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഇത് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവർക്ക് ആവലാതി എന്തിനാ? കാരണം കേരളത്തിനെ കൃത്യമായിട്ട് 2022 മാർച്ചിൽ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളത് ഏഷ്യാനെറ്റ് PG സുരേഷ് കുമാർ ഈ ചർച്ച നടത്തുമ്പോൾ അതേ സംഭവം തന്നെ പാരലായിട്ട് റിപ്പോർട്ടർ TV ചർച്ച നടത്താണ്. അദ്ദേഹം കേട്ടില്ല. അപ്പോ അരുൺകുമാർ എങ്ങനെയാണ് കേരളം ബുദ്ധിമുട്ടിലായതെന്ന് കൃത്യമായ കണക്ക് പറയുന്നുണ്ട്. കേരളത്തിൽ 62 ലക്ഷം ആളുകൾക്ക് വളരെ കൃത്യമായി എല്ലാ മാസവും കോവിഡ് കാലത്തും പ്രളയകാലത്തും അടക്കം വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ചിരുന്ന ഒരു സർക്കാരായിരുന്നു പിണറായി സർക്കാർ ഒന്നാം കാലഘട്ടത്തിൽ. രണ്ടാം പിണറായി സർക്കാരും അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പെൻഷൻ കൊടുത്തു തുടങ്ങുമ്പോൾ അതിലൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. 2022 മാർച്ച് മാസം 31-ാം തീയതി വരെയും ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈ 2022 മാർച്ച് മാസം 31-ന് ശേഷം പെൻഷൻ കുടിശ്ശിക വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഒരു ഉത്തരവ് കൊണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ കിഫ്ബിയുടെ പേരിലും കേരളത്തിൽ സാമൂഹികക്ഷേമ പെൻഷൻ കൊടുക്കാനായി രൂപീകരിച്ച പെൻഷൻ ഫണ്ടിന്റെ പേരിലും ഈ സർക്കാർ എടുത്തിരിക്കുന്ന എല്ലാ വായ്പകളും കേരള സംസ്ഥാന സർക്കാരിന്റെ വായ്പയായി കണക്കാക്കുകയും ആ വായ്പയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്കെടുക്കാവുന്ന വായ്പാ പരിധിയിൽ ഒരു കുറവ് സംഭവിക്കുകയും ചെയ്തു. സാധാരണ രീതിയിൽ അങ്ങനെ കുറവ് സംഭവിച്ചാൽ നമ്മൾ അതിനെ നേരിടാൻ തയ്യാറാവും. കാരണം അടുത്ത സാമ്പത്തിക വർഷം ഇനി ഈ വായ്പാ പരിധിയിൽ ഇത്ര മാത്രമേ നിങ്ങൾക്ക് കുറച്ച് കിട്ടൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ദാറ്റ്സ് എ കോമൺ സെൻസ്. അങ്ങനെയാണ് സാധാരണ നമ്മളോട് ചെയ്യുക. പക്ഷെ ഇവിടെ നോക്കണം, കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവ് പ്രകാരം അടുത്ത സാമ്പത്തിക വർഷം നിങ്ങൾക്ക് ഉള്ള വായ്പാ പരിധിയിലെ കുറവ് എന്നതല്ല ഇവിടെ വരുത്തിയിരിക്കുന്നത്. പകരം 2016 മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി അത് നിങ്ങളുടെ ബാധ്യതയായിട്ട് കണക്കാക്കുമെന്ന് വിചിത്രമായൊരു ഉത്തരവിറക്കി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഓർമ്മിക്കണം, അതുവരെയും ഈ സംസ്ഥാനത്ത് സാമൂഹികക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വസ്തുത നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനത്ത് 12,560 കോടി രൂപ ഒരു വർഷം കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് കടമെടുക്കുന്നു എന്ന് പ്രേക്ഷകർക്കരുത്. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രവുമായി ഇങ്ങനെയൊരു ഉടമ്പടിയുടെ പുറത്താണ് ജീവിക്കുന്നത്. അതാണ് നമ്മൾ ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത്. ആ വായ്പാ പരിധി കേരളത്തിന് FRBM ആക്ട് പ്രകാരം കൃത്യമായിട്ടും അനുവദിച്ചിരിക്കുന്ന വായ്പാ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കേരളം കടമെടുത്തുകൊണ്ടിരിക്കുന്നതും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 1,600 രൂപ വീടുകളിൽ എത്തിച്ചുകൊണ്ടിരുന്നതും. കേന്ദ്രം ഈ ഉത്തരവ് ഇറക്കുന്നത് വരെ ഇവിടെ ഒരു കുടിശ്ശികയും ഉണ്ടായിരുന്നില്ല. ഏഷ്യാനെറ്റ് അതൊന്ന് കേൾക്കണം. ഒരു കാലത്ത് നിങ്ങൾ മാത്രമാണ് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത്, നമ്മൾ കേൾക്കാനും. ഇപ്പൊ അങ്ങനെയല്ല, വിരൽത്തുമ്പിൽ കാര്യങ്ങൾ അറിയാം. അതെ, മറ്റാളുകളും ഉണ്ട് പറയാനായിട്ട്. ഇപ്പോ നമ്മള് ഇന്നലെ ന്യൂസ് അവർ ചർച്ചയിൽ ഭയങ്കര ആസൂത്രിതമായിട്ട് നമ്മുടെ വിഴിഞ്ഞ തുറമുഖത്തില് പിണറായിയുടെ മുഖം കാണിക്കാതെ ഒരു ന്യൂസ് അവർ അവസാനിപ്പിച്ചു. കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടം അവർക്ക് ചെയ്യാം, അവരുടെ ചാനലാണ്. ഇപ്പൊ എന്റെ വണ്ടിയിൽ ആര് കയറുന്നത് ഞാനല്ലേ നിശ്ചയിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടെ കൊച്ചിയിലാണ്. കൊച്ചിയില് മെട്രോ ഓടുകയാണ്. ആരെങ്കിലും കേട്ടിട്ടാണോ മെട്രോ ഓടി തുടങ്ങിയത്? ഏതെങ്കിലും ഒരു ഉദ്ഘാടനത്തിന്റെ മണം അടിച്ചിട്ടാണോ മെട്രോ ഓടി തുടങ്ങിയത്? അതായത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് മെട്രോ ചാനൽ പിടിച്ച് ഇവിടെ. അതാ പറയണേ, നമ്മുടെ അവിടുത്തെ മാധ്യമങ്ങൾ ഇതുവരെ ഈ വാട്ടർ മെട്രോനെ കാര്യമായിട്ടൊന്നും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ടാവില്ല. ഒരാളും ഇതേ കുറിച്ച് നമുക്കറിയാം. ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ അവിടെ ഉണ്ട്.
ഇത് നിർമ്മാണോദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടിയാണ് അല്ലെ? പ്രാബല്യത്തിൽ വരുത്തിയത് ഒരു രക്തരൂക്ഷിത സമരം അതെ അതെ ഉണ്ടായി. പക്ഷെ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറി പോണില്ല. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തെ മുടക്കാനായിട്ട് കൃത്യമായിട്ട് കേരളത്തിന്റെ ഇമേജുകൾ എന്താണോ 2021 സർക്കാർ വരുമ്പോൾ ഉണ്ടായിരുന്ന ഇമേജ്, ഒന്ന് പിണറായി വിജയന്റെ ഇമേജ്, പ്രളയം, ഓക്കി, നിപ്പ, അതുപോലെ മറ്റേ കോവിഡ്, ഇതിനൊക്കെ ഗംഭീരമായിട്ട് അതിജീവിച്ച ഇമേജ്, ആരോഗ്യമന്ത്രിയുടെ കൂടെ ഇമേജ്, അതിനെ തല്ലിക്കൊന്നു ആര്? മാപ്രകള്. അതെ അതെ മാപ്രകള് തന്നെ പറയണം. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് മാപ്രകള് തന്നെ. അതല്ല, മാധ്യമ ക്രിമിനലിസം ആണത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ആരോഗ്യമന്ത്രിക്കെതിരെ ഏറ്റവും നല്ലൊരു ആരോപണം നമ്മുടെ മറവീനെ മുതലെടുത്ത് 2020 മാർച്ചിൽ 29 പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആരോപണം കൊണ്ടുവരുന്നത് 2021 ഡിസംബറിൽ. ആലോചിക്കണം. PP കിറ്റ്, പൾസ് ഓക്സിമീറ്റർ, ആന്റിജൻ ടെസ്റ്റ്, RT-PCR ടെസ്റ്റ് ഈ 2020 മാർച്ചിൽ 4000 രൂപയാണ് എന്ത് ഈ RT-PCR ടെസ്റ്റിന്. അത് ആര് പറയുന്നത്? ഏഷ്യാനെറ്റ് തന്നെ പറയുന്നത്. അവരാണ് പിന്നെ കോവിഡ് കൊള്ളാന്ന് പറഞ്ഞത്. ജനങ്ങളുടെ മറവിയാണ് അവര് മുതലെടുത്തത്. ജനങ്ങൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നുവോ അപ്പൊ നല്ലത് അത് കഴിഞ്ഞാൽ മറന്നുപോകും. അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് അവർ വിട്ടുപോയി കഴിഞ്ഞാൽ അതിൽ വേറൊരു നുണ കൊണ്ടുവയ്ക്കാം. അത് തന്നെയാണ് പിണറായി വിജയന്റെ കാര്യത്തിലും. ഇമേജിനെ അടിക്കാനായിട്ട് അവർ ചെയ്ത് പിണറായി വിജയന്റെ മകളെ പിടിക്കുക എന്നുള്ളത്. 2022 നിർത്തിപ്പോയ ഒരു ചെറിയൊരു കമ്പനി രണ്ടും രണ്ട് കമ്പനിയാണ്. അത് കുറെ കാലമായിട്ട് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നതാണ് കാനഡയിലത്തെ കമ്പനി. അത് നാളെ റിപ്പോർട്ട് അല്ലാതെ. അപ്പോ ഈ ഒരു കമ്പനീനെ വെച്ചിട്ട് പിണറായി വിജയൻ അടിച്ചു. AK ആന്റണിയുടെ മകൻ ഒരു കുഴപ്പമില്ലാണ്ട് ചായക്കാശ്, ഒരു ചായയും ഒരു പരിപ്പോടിയും മേടിച്ചിട്ട് BJPയിൽ പോയി. ഒരു കുഴപ്പമില്ല. ആ മക്കളൊക്കെ വിശുദ്ധരാ, എല്ലാവരും വിശുദ്ധരാണ്. ഇവിടെ മയക്കുമരുന്ന് കേസ് ഉണ്ട് ആരുടെ പേരില്? കോടിയേരി ബാലകൃഷ്ണൻ മകന്റെ പേരില് ഉണ്ടാ? ഇല്ല. അയാൾക്ക് ജയിലിലേക്ക് കിടക്കണം. അയാൾ BJPയിൽ പോയാലോ വിശുദ്ധനായി. അതാണ് നമ്മുടെ മാധ്യമങ്ങൾ. ബിജു, ഇതിപ്പോ മുഴുവൻ പറഞ്ഞ് തീർക്കണ്ട, നമുക്ക് കുറെ ഘട്ടം ഘട്ടമായിട്ട് അവതരിപ്പിക്കാം. അതെ, ഓരോന്നിനെയും കൃത്യമായി അവതരിപ്പിക്കാം. സാധാരണ ജനങ്ങളാണ്, ഒന്നും മനസ്സിലാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്, മനസ്സിലാവും. ഞാൻ ബിജു പവിത്ര. ഞാൻ അജയൻ കുഞ്ഞിത്തൈ. നന്ദി, നമസ്കാരം.